ഖത്തർ തലസ്ഥാനമായ ദോഹ ഒരിക്കൽ കൂടി നയതന്ത്ര ചർച്ചകളുമായി സജീവമാവുകയാണ്. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ഫൈസൽ ഹംസ ചേരുകയാണ്. ഫൈസൽ, ഏതൊക്കെ രാജ്യങ്ങളുമായി എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? സഫ്വാൻ, ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹ വീണ്ടും സജീവമായ ദിവസമാണ് ഇന്ന്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഈജിപ്ത്, അമേരിക്ക, ഇസ്രായേൽ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഖത്തറിൽ ഇന്ന് ചർച്ചകളുമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ഹെഡായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഗസയിൽ ആക്രമണം നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഗസ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൂടിക്കാഴ്ചയിൽ ഗസയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഇരുവരും വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഗസ വിഷയത്തിൽ അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയത്തിൽ ഖത്തറിൻ്റെ നിലപാട് ഖത്തർ ആവർത്തിക്കുക കൂടി ചെയ്തിരിക്കുന്നു. 1967 അതിർത്തികൾ പ്രകാരം സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരണം എന്നത് തന്നെയാണ് ഖത്തറിൻ്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തർ അമീർ നാളെ ഫ്രാൻസിലേക്ക് പുറപ്പെടുകയാണ്. പാരീസിൽ അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഒരു സന്ദർശനത്തിൻ്റെ മുഖ്യമായ അജണ്ടയും ഗസയിലെ വെടിനിർത്തൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബന്ദിമോചനവുമാണ്. നേരത്തെ പാരീസിൽ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നിരുന്നു. അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ഈജിപ്ത്, ഖത്തർ, അതോടൊപ്പം തന്നെ ഇസ്രായേൽ, അമേരിക്ക രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്. ഈ ചർച്ചയുടെ ചുവട് പിടിച്ചാണ്, ഈ ചർച്ച ഏറെ ഫലപ്രദമായിരുന്നു എന്നാണ് ഇന്നലെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ തുടർ ചർച്ചകൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ദോഹയിൽ നടക്കുന്ന ചർച്ചകളും അതോടൊപ്പം തന്നെ ഖത്തർ അമീറിൻ്റെ പാരീസ് സന്ദർശനവുമെല്ലാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ, പുതിയ ചർച്ചകൾ എല്ലാം ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് ഫലം കാണുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി, നേരത്തെ നമുക്കറിയാം ഖത്തറിൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഗസയിൽ വെടിനിർത്തലും അതോടൊപ്പം തന്നെ ഗസയ്ക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനും ബന്ദിമോചനത്തിനുമെല്ലാം സഹായകമായ നിലപാടുകൾ, തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി അത്തരമൊരു, പ്രത്യേകിച്ചും റഫായിൽ വരെ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗസ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് വിജയത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഫ്വാൻ.